യുവാക്കളെ, നിങ്ങളിൽ വിവാഹപ്രായമെത്തിയ ആളുകൾ കല്യാണം കഴിക്കണം. നിങ്ങളുടെ കണ്ണുകൾ ഹറാമിലേക്ക് പോവാതിരിക്കാൻ, ലൈംഗിക സദാചാരത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോവാതിരിക്കാൻ, നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ നിങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ എന്തു വേണം? കല്യാണം കഴിക്കണം. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നോമ്പ് നോൽക്കണം എന്നാണ് പറഞ്ഞത്. ഒരു നോമ്പിലൂടെ ഒരാൾക്ക് എത്രമാത്രം പരിശുദ്ധിയാണോ ലഭിക്കുന്നത്, അതേപോലെയുള്ള പരിശുദ്ധി വിവാഹത്തിലൂടെ ലഭിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അതിന് പകരം വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് തത്വമുണ്ട്. ഒന്ന്, പരിശുദ്ധമായ ജീവിതമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തത്, അതിന് മനുഷ്യനെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം വിവാഹ ജീവിതമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ നീട്ടിവെക്കരുത്. സമൂഹം അതിൽ ഇടപെടണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും. നിങ്ങളിൽ വിവാഹിതരല്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ ഇണകളായി ഇപ്പോൾ ജീവിക്കാത്തവരെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ചില ആളുകൾ വാദം പറഞ്ഞാലോ, ഞങ്ങളുടെ കയ്യിൽ സ്വത്തില്ല, സമ്പത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി. നിങ്ങൾ ഫഖീറുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ല് കൊണ്ട് നിങ്ങൾക്ക് ധന്യത നൽകും. റഹ്മാനായ റബ്ബ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് കല്യാണം കഴിക്കൂ, മറ്റു ന്യായങ്ങൾ പറയാതിരിക്കൂ. വളരെ ലളിതമാണ് ഇസ്ലാമിലെ കാര്യങ്ങൾ എന്നുള്ളത്.